ആലങ്കോട് ജംഗ്ഷനിലെ ദേശീയപാതയ്ക്കരികിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം ജമാലിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രദീപ് എം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ മുമ്പ് ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ടൗൺ പ്രദേശത്ത് സ്പോൺസർഷിപ്പിലൂടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളും ഹൈമാസ് ലൈറ്റുകളും സ്ഥാപിച്ചത്. അതിൻ്റെ പുതുക്കിപ്പണിയുന്ന സന്ദർഭത്തിൽ കാലപ്പഴക്കം കൊണ്ട് പലതും മോശമായി പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് പുതുക്കിപ്പണിയാൻ വേണ്ടി കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് പുതുക്കിപ്പണിയാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ ചില അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് മുടങ്ങുകയായിരുന്നു. ഞാൻ ചെയർമാനായി വന്നുടനെ ഈ പ്രദേശത്തുള്ള പൊതു പ്രവർത്തകരും കൗൺസിലർമാരും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ എൻ്റെ അടുത്ത് വരികയും ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉടൻ തന്നെ നമുക്കത് പുനർനിർമ്മിക്കാം എന്ന് പറയുകയും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചയിലൂടെ പരിഹരിക്കുകയും അങ്ങനെ നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് പണി പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന ആളുകൾക്ക് വളരെ മഴയായാലും വെയിലായാലും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിനും സുഗമമായി ബസ്സിൽ കയറി പോകുന്നതിനുമുള്ള ഒരു സൗകര്യം ഇതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ആർക്കും ഇനി മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് നമുക്കിത് പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞ 7 വർഷമായി നഗരസഭാ പരിധിയിലെ ദേശീയപാതയ്ക്കരികിൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ച് കൃത്യമായും പരിപാലിച്ചു വരുന്ന കൊല്ലം അയൺടെക് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊല്ലം അയൺടെക് ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല സ്പോൺസർഷിപ്പിലൂടെ ഏറ്റെടുത്തത്. അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും, ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാരുടെയും ഒരേ ആവശ്യമായിരുന്നു ഈ വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കണമെന്നുള്ളത്. സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കമ്പനി പ്രതിനിധിയെ നഗരസഭാ ചെയർപേഴ്സൺ ആദരിച്ചു. ചെയർമാൻ ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർമാരായ ലാലി, ബൈജു, ശ്രീജിത്ത്, CPM ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം ദേവരാജൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ CJ രാജേഷ് കുമാർ, മുസ്ലിം ലീഗ് ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് നഹാസ് ആലങ്കോട്, ആലങ്കോട് മുൻ ജമാഅത്ത് പ്രസിഡന്റ് നിജാസ്, ചെമ്പൂരാൻ ചാരിറ്റി സലാം ചെമ്പൂരാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലങ്കോട് യൂണിറ്റ് ഭാരവാഹി സുലൈമാൻ, ഹൈമ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ സാജിദ് ഹുസൈൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിനെത്തിയവർക്കെല്ലാം മധുരം വിളമ്പി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയൺടെക് കമ്പനി മാമം RT ഓഫീസിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരുന്നു. തലസ്ഥാന വാർത്തകൾ, ആലങ്കോട്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.